ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഈ അടുത്ത് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് ഇൻ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്. സോ ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഈ ഒരു എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുന്നേ ഈ എക്സാം വിളിച്ചിരുന്ന സമയത്തുള്ള സിലബസ് ആണ്, നിങ്ങൾക്കറിയാം പുതിയ സിലബസ് എക്സാമിനോട് അടുത്ത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് കാറ്റഗറി നമ്പർ 192/2019 അന്നത്തെ സിലബസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ സിലബസ് അവൈലബിൾ ആവുന്നത് വരെ നമുക്ക് ഈ ഒരു സിലബസ് ഫോളോ ചെയ്ത് പഠിക്കാനേ പറ്റുള്ളൂ. ചിലപ്പം ഇതിന് ചേഞ്ചസ് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ സിലബസിൽ ഏതൊക്കെയായിരുന്നു ടോപ്പിക്സ് നോക്കാം. എന്തായാലും ജനറൽ ആയിട്ട് ഇപ്പൊ ഇലക്ട്രോണിക്സ് എക്സാം എന്ന് പറയുമ്പോൾ കുറച്ച് നാളായിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, കുറെ ടോപ്പിക്സ് ഒക്കെ സിമിലർ തന്നെയായിരിക്കും, ചില ടോപ്പിക്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ സിലബസ് വന്ന സമയത്ത് അതിലൊരു 4 മോഡ്യൂൾസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഇലക്ട്രോണിക്സ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും എന്തായാലും മാറാൻ സാധ്യതയില്ലാത്ത ടോപ്പിക്സ് ആണ് കേട്ടോ. ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിലെ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഡയോഡ്സ് ആണ്. ഓക്കെ, ഡയോഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ സെമി കണ്ടക്ടറിന്റെ ബേസിക്സ് നമ്മൾ പഠിക്കണം. സെമി കണ്ടക്ടറിന്റെ ബേസിക്സ് പഠിച്ചിട്ട് അതായത് പി ടൈപ്പ്, എൻ ടൈപ്പ്, ഇൻട്രൻസിക്, എക്സ്ട്രൻസിക്, അതൊക്കെ ബേസിക്സ് അറിയണം. അതിനുശേഷം പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പെസിഫിക്കേഷൻ, പിന്നെ സെനർ ഡയോഡ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സെനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ, അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, പിന്നെ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ഇത്രയാണ് ഡയോഡ്സിൽ വരുന്നത്. ടൈപ്സ് ഓഫ് ഡയോഡിൽ ഇതിൽ മെയിൻ ആയിട്ട് സെനർ ഡയോഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് കുറെ ഡയോഡ്സ് ഉണ്ട്, പക്ഷെ ഇതിൽ സെനർ ഡയോഡ് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് റെക്ടിഫയറിന്റെ ഭാഗമാണ്. റെക്ടിഫയറിലാണെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഹാഫ് വേവ്, ഫുൾ വേവ്, പിന്നെ ഒപ്പം തന്നെ ഫിൽറ്റേഴ്സ്, അതിൽ സി, എൽ സി, പൈ ഫിൽറ്റർ ഒക്കെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്ററിൽ അതിന്റെ വർക്കിംഗ്, അതേപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ആംപ്ലിഫയർ, ട്രാൻസിസ്റ്ററിന്റെ ബയസിംഗ്, കോൺഫിഗറേഷൻസ്, അതേപോലെ തന്നെ ലൗഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫീഡ്ബാക്ക്, ദെൻ ഓസിലേറ്റർ, അതെല്ലാം ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഓസിലേറ്റർ, ആർ സി ഓസിലേറ്റർ, എൽ സി ഓസിലേറ്റർ, അത്രയാണ് ട്രാൻസിസ്റ്ററിൽ വരുന്നത്. നെക്സ്റ്റ് ഫെറ്റ് ആണ്. ഫെറ്റും അതായത് ജെഫെറ്റും മോസ്ഫെറ്റും, അതേപോലെ തന്നെ യുജെടിയുടെ ഭാഗം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. യുജെടി ആസ് എ റിലാക്സേഷൻ ഓസിലേറ്റർ, അതിന്റെ കൺസ്ട്രക്ഷനും ഓപ്പറേഷനും വരുന്നുണ്ട്. പിന്നെ ഫെറ്റ്, മോസ്ഫെറ്റ്, അതിന്റെ വർക്കിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതെല്ലാം വരും. അതിന്റെ ആപ്ലിക്കേഷൻസും എല്ലാം വരും. പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, അതായത് ഇപ്പൊ നമുക്ക് എൽ ഡി ആർ, എൽ ഇ ഡി, എൽ സി ഡി, ലേസർ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, പിന്നെ അതിന്റെ കൂടെ തന്നെ ഡയോഡ് ക്ലിപ്പറും ക്ലാമ്പറും. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ ആണ് ക്ലിപ്പർ, ക്ലാമ്പർ. പിന്നെ നമ്മള് അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ ആൻഡ് ബൈസ്റ്റേബിൾ ഓപ്പറേഷൻ യൂസിങ് ട്രാൻസിസ്റ്റർ. അതായത് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും കൂടെ ചേർന്നിട്ടാണ് അടുത്തൊരു ടോപ്പിക് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സിൽ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാമിനാണെങ്കിലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത്. അടുത്തത് ഇനി ഒപ്പാമ്പ് ഐഡിയൽ ഒപ്പാമ്പ്, അതേപോലെ നമ്മള് ഒപ്പാമ്പിന്റെ പാരാമീറ്റേഴ്സ്, അതിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് CMRR റിലേറ്റഡ് ആയിട്ടൊക്കെ. പിന്നെ നമ്മൾ ഒപ്പാമ്പ് പഠിക്കുമ്പോൾ തന്നെ അതിൽ ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ്, കമ്പാരാറ്റർ, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ, ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, 555 ടൈമർ യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, എസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം കൂടെ വരുന്നതാണ് ഒപ്പാമ്പ് എന്ന് പറയുന്ന സെഷൻ. നെക്സ്റ്റ് D to A കൺവേർട്ടർ, അതില് ഡിഫറെന്റ് ടൈപ്സ് ആണ് നമുക്ക് വേണ്ടത്. വെയിറ്റഡ് റെസിസ്റ്റർ ഉണ്ട്, R to R ലാഡർ ടൈപ്പ് ഉണ്ട്. അതില് ഓരോ മെത്തേഡ്സ്, റാം മെത്തേഡ്, സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്, ഡുവൽ സ്ലോപ്പ് മെത്തേഡ്, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വരുന്നത്. നമ്മൾ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്സ് ആണ് ഇപ്പൊ നമുക്ക് ഒപ്പാമ്പിലും D to A കൺവേർട്ടറിലും ഒക്കെ വരുന്നത്. നെക്സ്റ്റ്, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഫസ്റ്റത്തെ മോഡ്യൂൾ, അതായത് ഇലക്ട്രോണിക് ഡിവൈസസ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന മോഡ്യൂളിൽ വരുന്നത്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് മോഡ്യൂളിന്റെ പേരെന്നുണ്ടെങ്കിലും അതിൽ ആദ്യം വരുന്ന പോർഷൻ നെറ്റ്വർക്ക്സ് ആണ്. അത് നമ്മൾ ശരിക്കും ഇലക്ട്രിക്കലിൽ പഠിക്കുന്ന ടോപ്പിക്കാണ് അല്ലെ. ഇത് എനിക്ക് തോന്നുന്നു പൊതുവെ ഇലക്ട്രോണിക്സ് എക്സാംസിനൊന്നും ഈ ഒരു പോർഷൻ ഉണ്ടാവാറില്ല. നെറ്റ്വർക്ക് ആണെങ്കിലും രണ്ടാമത്തെ ടോപ്പിക് അറ്റൻവേറ്റർ ആണെങ്കിലും പൊതുവെ ഉള്ള ഇലക്ട്രോണിക്സ് എക്സാമിന് ഇല്ലാത്ത 2 ടോപ്പിക്സ് ആണ്. അപ്പൊ നെറ്റ്വർക്കിൽ നമുക്ക് സിമെട്രിക്കൽ, അസിമെട്രിക്കൽ നെറ്റ്വർക്ക്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്,
ടി പൈ നെറ്റ്വർക്ക്സ്, അതിന്റെ ടേംസ്, ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. രണ്ടാമത്തെ അറ്റൻവേറ്റർ ആണെന്നുണ്ടെങ്കിലും അതില് അതിന്റെ ടൈപ്സ്, സിമെട്രിക്കൽ ടി ആൻഡ് പൈ നെറ്റ്വർക്ക്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ അതിൽ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ ട്രാൻസ്മിഷൻ ലൈൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കൂടെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ടോപ്പിക്സും ന്യൂ ആയിരിക്കും. ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റു പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം ഈ ടോപ്പിക്സ് നമ്മൾ വരാറില്ല. പിന്നെ ഇത് ഇലക്ട്രിക്കലിൽ വരുന്ന ടോപ്പിക്സും ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ആന്റിന ആൻഡ് പ്രൊപ്പഗേഷൻ ആണ്. ആന്റിന ഇപ്പൊ നമ്മൾ പല എക്സാംസിലും കണ്ടിട്ടുള്ളതാണ്. അതിൽ ബേസിക് ആന്റിന, അതിൽ ടൈപ്സ്, പിന്നെ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സ്പേസ് വേവ്, അയണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ, ഇതെല്ലാം വരുന്നുണ്ട് ആന്റിന ആൻഡ് പ്രൊപ്പഗേഷനിൽ. നെക്സ്റ്റ് മോഡുലേഷൻ ആണ്. അതിൽ AM, FM, അതിന്റെ ട്രാൻസ്മിറ്റർ, റിസീവർ സെഷൻസ് എല്ലാം പഠിക്കാനുണ്ട്. മോഡുലേഷനിൽ AM സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, FM കൊടുത്തിട്ടുണ്ട്. അപ്പൊ AM ജസ്റ്റ് AMന്റെ മാത്രം പഠിച്ചാൽ പോലെ എല്ലാം SSB, VSB അതെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സൂപ്പർ ഹെട്രോഡൈൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എല്ലാം വരുന്നുണ്ട്. പിന്നെ FM ട്രാൻസ്മിറ്റർ, FM റിസീവർ, ഫേസ് മോഡുലേഷൻ, പൾസ് മോഡുലേഷൻ, ദാറ്റ് മീൻസ് അനലോഗ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഫുൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് തന്നെ പഠിക്കണം. പിന്നെ വരുന്നതാണ് മൈക്രോഫോൺസ്, ലൗഡ് സ്പീക്കേഴ്സ്, രണ്ട് ടോപ്പിക്സ്. നെക്സ്റ്റ് ടോപ്പിക് ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ, ദെൻ മോണോക്രോം TV. നമ്മൾ ഡെമോൺസ്ട്രേറ്റർ എക്സാം എഴുതിയവർക്ക് അറിയാം, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതിൽ നമുക്ക് TV പഠിക്കാനുണ്ടായിരുന്നു. ദെൻ കളർ TV, അതെല്ലാം നമ്മൾ അന്ന് ആ ഒരു എക്സാമിനാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ റഡാർ. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ മോണോക്രോം TV, കളർ TV, റഡാർ ആണ് പിന്നെ അതിൽ വരുന്ന ടോപ്പിക്സ്. പിന്നെ ടെലഫോൺ സിസ്റ്റം, ഫെസിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പിന്നെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നത്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ ഡിജിറ്റൽ കോഡ്സ്, ദെൻ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ കുറെ അനലോഗ് കമ്മ്യൂണിക്കേഷന്റെ കണ്ടു, പിന്നെ TVയുടെ കണ്ടു, പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ. ഇപ്പൊ എക്സാക്ട്ലി ഇതന്നെ ആയിരിക്കണം സിലബസ് എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ സിലബസ് മാറും. കാരണം 2009 അന്ന് വന്ന സിലബസ് ആയിരുന്നു. ഇപ്പൊ പല എക്സാംസിനും സിലബസ് ഒക്കെ മാറി വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാൻ. ഇപ്പൊ എന്തായാലും ആദ്യത്തെ നമ്മൾ പറഞ്ഞ മോഡ്യൂളിൽ ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൽ പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വരാനില്ല. പക്ഷെ ഈ ടോപ്പിക്സ് ഒക്കെ ചിലപ്പോ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഡാറ്റ സെറ്റ്സ് ആൻഡ് ഇന്റർ കണക്ഷൻ, ദെൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷനിൽ ഒഴിവാക്കാത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്തായാലും അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഇപ്പൊ AM, FM, PM അതൊന്നും എന്തായാലും ഒഴിവാക്കാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് ഇതിലാണെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ASK, FSK, PSK, അതായത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, അതൊന്നും എന്തായാലും ഒഴിവാക്കാൻ ചാൻസ് ഇല്ല. പിന്നെ അതേപോലെ ആന്റിന ആൻഡ് പ്രൊപ്പഗേഷൻ, ആ പാർട്ടൊക്കെ എന്തായാലും പഠിച്ചു വെക്കാം. ബാക്കിയുള്ള TVയുടെ പോർഷനോ അല്ലെങ്കിൽ അതൊക്കെയാണ് ചിലപ്പോ സിലബസ് വരുമ്പോൾ ചിലപ്പോ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യത ഇല്ലാത്തത്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കും എന്ന് പറയുന്ന ഏരിയസ് എന്തായാലും നന്നായിട്ട് കവർ ചെയ്ത് തന്നെ പഠിക്കാം. മൂന്നാമത്തെ മൊഡ്യൂൾ ആയിട്ട് വരുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അന്നത്തെ സിലബസ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം പോർഷൻസ്, അതായത് ഇലക്ട്രോണിക്സിന്റെ പാർട്ടിൽ നമ്മൾ ആദ്യം കണ്ട ഒരു മോഡ്യൂൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എല്ലാം കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് എന്നുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ ടോപ്പിക്സും വന്നിട്ടുണ്ട്. ഓക്കെ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ലാസ്റ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നോക്കൂ, അന്നത്തെ സിലബസിൽ ഫസ്റ്റ് മോഡ്യൂൾ ഇലക്ട്രോണിക്സും, പിന്നെ സെക്കൻഡ് മോഡ്യൂളും, തേർഡ് മോഡ്യൂളും, ഫോർത്ത് മോഡ്യൂളും കമ്മ്യൂണിക്കേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് അറിയാം, അപ്പൊ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോണിക്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ എന്നാലും 3 മോഡ്യൂളും കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ മൊബൈൽ കമ്മ്യൂണിക്കേഷനും. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരെ ഇലക്ട്രോണിക്സിന്റെ ഭാഗം കോറായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ കമ്മ്യൂണിക്കേഷനിലും സ്കിപ്പ് ചെയ്യുക, അതായത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചു വെക്കുക. പിന്നീട് നമുക്ക് എക്സാമിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും ഒരു 3 months ആയതിനു മുന്നേ നമുക്ക് സിലബസ് അവൈലബിൾ ആവുമല്ലോ. അപ്പൊ ആ സമയത്ത് ബാക്കി വരുന്ന ടോപ്പിക്സ് കോറായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതിലും നമ്മൾ ആ മെയിൻ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇപ്പൊ തന്നെ കവർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ സിലബസ് വരുന്ന സമയത്ത് സിലബസിനനുസരിച്ച് തന്നെ നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ലേണിനോടൊപ്പം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത കോഴ്സ് പർച്ചേസ് ചെയ്ത് ചാർജ് ചെയ്യാം. താങ്ക് യു.